നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ബയോളജിയിലെ 18ാമത്തെ ചാപ്റ്ററായ സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, കുഞ്ഞായി മാറുന്ന കോശങ്ങൾ എന്ന യൂണിറ്റ് എടുക്കാം. അപ്പോൾ 17ാമത്തെ ബയോളജിയിലെ 17ാമത്തെ ചാപ്റ്റർ വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ക്ലാസ് 8 ബയോളജി 2025-2026 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൽ നിന്ന് ഇതിൻ്റെ ഈ 17ാമത്തെ ചാപ്റ്റർ വരെയുള്ള എല്ലാത്തിൻ്റെയും യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും സോഷ്യലും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വച്ചിട്ടുണ്ടാവും. ഓക്കെ, സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. റീപ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രത്യുൽപാദനം. അതായത് ഒരു ചെടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയോ അതിൻ്റെ അതേ വർഗത്തിൽപ്പെട്ടവയെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, മുകളിൽ ആദ്യം ടപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മരിച്ചീനി എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? മരിച്ചീനിയുടെ തണ്ടുണ്ടല്ലോ, അതിൻ്റെ ആ സ്റ്റെം, അതിൻ്റെ കാണ്ഡം, അത് വെട്ടി നടുമ്പോഴാണ് മരിച്ചീനിയിൽ പുതിയ മരിച്ചീനിയുടെ തൈകൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ബ്രയോഫിലം. കേട്ടിട്ടുണ്ടോ? ബ്രയോഫിലം അല്ലെങ്കിൽ ഇലമുളച്ചി എന്ന് പറയും. അപ്പോൾ ഈ ചെടിയുടെ ഇലകളെടുത്ത് നമ്മൾ ഈ മണ്ണിൽ കൊണ്ടിട്ട് അതിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ ഇങ്ങനെ അരികുകളിൽ കാണപ്പെടുന്നില്ല, അതെല്ലാം ചെറിയ തൈച്ചെടികളാണ്. അടുത്ത് നോക്കിയോളൂ, അടുത്തത് ബാക്ടീരിയ എങ്ങനെയാണ്? അത് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം എന്ന് പറയും. ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം എന്ന പ്രക്രിയയിലൂടെയാണ് ബാക്ടീരിയ അതിൻ്റെ വർഗത്തിൽപ്പെട്ട കുഞ്ഞു കുട്ടികളെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഫംഗസ് എങ്ങനെയാണ്? സ്പോസ് അല്ലെങ്കിൽ രേണുക്കളിൽ നിന്നാണ് അതിൻ്റെ പുതിയ ജീവികളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തത് പ്ലാനേറിയയിൽ പുതിയ ജീവികളെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് റീജനറേഷൻ അല്ലെങ്കിൽ പുനരുൽപ്പത്തി എന്ന് പറയും. റീജനറേഷൻ അല്ലെങ്കിൽ പുനരുൽപ്പത്തി. അടുത്തത് പ്ലാസ്മോഡിയത്തിൽ പുതിയ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് മൾട്ടിപ്പിൾ ഫിഷൻ അല്ലെങ്കിൽ ബഹുഭംഗം. ഇനി ഈസ്റ്റിൽ പുതിയ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിന് ബഡ്ഡിങ് എന്ന് പറയും. ബഡ്ഡിങ് എന്ന് വെച്ചാൽ മുകുളനം. അടുത്തത് കറി ലീഫ് പ്ലാന്റ്സ്, നമ്മുടെ കറിവേപ്പ് പുതിയ ജീവികളെ കണ്ടോ, ആ കറിവേപ്പ് തൈ നിൽക്കുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അതിൻ്റെ വേരിൽ നിന്ന് പുതിയ കുഞ്ഞു ചെടികൾ വരും കേട്ടോ. അതാണ് കാണിച്ചേക്കുന്നത് കറി ലീഫ് പ്ലാന്റ് അല്ലെങ്കിൽ കറിവേപ്പ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോന്നും എങ്ങനെയാണ് പുതിയ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്ടീരിയയിൽ അതിൻ്റെ അതേ വർഗത്തിൽപ്പെട്ട പുതിയ ജീവിയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സ് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം. ഫംഗസിൽ സ്പോർസ് വഴിയാണ്. അടുത്ത പ്ലാനേറിയയിൽ പുതിയ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സ് റീജനറേഷൻ അല്ലെങ്കിൽ പുനരുൽപ്പത്തി എന്ന് പറയും. അടുത്തത് പ്ലാസ്മോഡിയസിൽ എന്താണ്? മൾട്ടിപ്പിൾ ഫിഷൻ അല്ലെങ്കിൽ ബഹുഭംഗം. ഈസ്റ്റിൽ മുകുളനം അല്ലെങ്കിൽ ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് താഴെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വേരിയസ് ഓർഗാനിസംസ് ഇൻ ഇയർലിയർ ക്ലാസ്, റൈറ്റ്? അതായത് വിവിധ ജീവികളുടെ പ്രത്യുൽപാദന രീതികൾ എന്താണെന്നുള്ളത് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അനലൈസ് ദ ഇലസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ 18.1. ഈ ഒരു ഇലസ്ട്രേഷൻ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് 18.1 നമുക്കൊരു ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രത്യുൽപാദന രീതി ഏതാണെന്ന് നമ്മളിവിടെ ചിലതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിലതിൻ്റെ കൊടുത്തിട്ടില്ല. അത് നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എക്സാമ്പിൾസ് ചിലതിൻ്റെ കൊടുത്തിട്ടുണ്ട്, ചിലതിൻ്റെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്താണ് എഴുതിയിട്ടില്ല, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബ്രയോഫിലം സൻസേവിയറിയ എന്ന് വെച്ചാൽ സെർപ്പപ്പോള എന്ന് പറയും കേട്ടോ, സെർപ്പപ്പോള. അപ്പോൾ നോക്കിയുള്ളൂ, ബ്രയോഫിലത്തിൽ ഏത് രീതിയിലാണ് ഈ പുതിയ ജീവികളെ ഉൽപ്പാദിപ്പിച്ചത്, അതിൻ്റെ ചെടികളെ ഉൽപ്പാദിപ്പിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. ഏത് രീതിയാണ് അവിടെ ഉപയോഗിച്ചത്? ഇലകളിൽ നിന്ന്. അപ്പോൾ ഇതിൽ ബ്രയോഫിലം സെൻസേവിയറിയ അല്ലെങ്കിൽ ഇലമുളച്ചി, സെർപ്പപ്പോള, ഇത് രണ്ടിലും എങ്ങനെയായിരിക്കും മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? അവിടെ എന്ന് പറയുന്നത് ഇലകളിൽ നിന്ന്, ഫ്രം ദ ലീഫ് എന്ന് എഴുതണം. ഓക്കെ, ഇലകളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം ദ ലീഫ്. താഴത്തെ രണ്ടാമത്തെ നോക്കിയോളൂ. ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ റൂട്ട്. പുതിയ പ്ലാന്റ്സ് റൂട്ടിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാ പഠിച്ചത്?
ആ കറി ലീഫ് പ്ലാന്റ് ഒന്ന് പഠിച്ചില്ലേ? അപ്പോൾ കറിവേപ്പില, കറി ലീഫ് പ്ലാന്റ് ആണ് അവിടെ എഴുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തത് ഇവിടെ എന്താണ് മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ തന്നിട്ടില്ല, എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ടപ്പിയോക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മരിച്ചീനി, അത് കഴിഞ്ഞിട്ട് റോസ, പിന്നെ ഹിബിസ്കസ് ചെമ്പരത്തി, ഷുഗർ കെയിൻ നമ്മുടെ കരിമ്പ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ പ്ലാന്റ്സ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഫ്രം ദ സ്റ്റെം. എവിടെ നിന്നാണ്? ഫ്രം ദ സ്റ്റെമ്മിൽ നിന്ന്, അല്ലെങ്കിൽ കാണ്ഡത്തിൽ നിന്ന്, അല്ലേ? കാണ്ഡം എന്ന് വെച്ചാൽ എൻ്റെ തണ്ടെന്നുള്ള അർത്ഥമാണ് കേട്ടോ. കാണ്ഡത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റെം, ഫ്രം ദ സ്റ്റെം എന്നെഴുതാം, അല്ലെങ്കിൽ കാണ്ഡത്തിൽ നിന്ന് എന്നെഴുതണം. ഓക്കെ ആണല്ലോ. അടുത്ത നാലാമത്തത്, അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദ സെൽ ഡിവൈഡ്സ് ആൻഡ് ബിക്കംസ് 2 organisms. ഫേവറബിൾ കണ്ടീഷനിൽ, അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങളിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ജീവികളായി മാറുന്നു. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ജീവികളായി മാറുന്നു. അതെ, അങ്ങനെ ഉണ്ടാകുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം, ഗ്യൂഗ്ലിന. പിന്നെ ഒരെണ്ണം നമ്മൾ ആ ടെക്സ്റ്റിൽ ഫസ്റ്റ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ജീവി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ജീവികളായിട്ട് മാറുന്നത്. അതായതാണ് അതിന് ഉദാഹരണം ബാക്ടീരിയ നമ്മൾ പഠിച്ചില്ലേ? ബാക്ടീരിയ, അതിൻ്റെ കൂട്ടത്തിലാണ് അമീബ, പാരമീസിയം, യൂഗ്ലിനയും വരുന്നത്, അല്ലേ? ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ബൈനറി ഫിഷൻ, അല്ലെങ്കിൽ ദ്വിവിഭജനം എന്ന് പറയുന്നു, അല്ലേ? ആ ഫേവറബിൾ കണ്ടീഷനിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 organisms, അല്ലേ? 2 ജീവികളായി മാറുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഫിഷൻ, അല്ലെങ്കിൽ ദ്വിവിഭജനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് അമീബ, പാരമീസിയം, യൂഗ്ലിന, പിന്നെ ബാക്ടീരിയ. അടുത്ത അഞ്ചാമത്തത്, ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് ദ സെൽസ് ഇൻ ഓർഗാനിസംസ് ലൈക്ക് പ്ലാസ്മോഡിയം ഡെവലപ്പ് എ തിക്ക് ഔട്ടർ കവറിങ്. ഇത് നേരത്തെ ഫേവറബിൾ കണ്ടീഷൻ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അൺഫേവറബിൾ കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയം പോലുള്ള ജീവജാലങ്ങളിൽ കോശങ്ങൾക്ക് ചുറ്റും കട്ടിയുള്ള ഒരു ആവരണം ഉണ്ടാകുന്നു, അല്ലേ? കോശങ്ങൾക്ക് ചുറ്റും ഒരു തിക്കായിട്ടുള്ള ഔട്ടർ കവറിങ് ഉണ്ടാകുന്നു, ഡെവലപ്പ് ആവുന്നു. എവിടെ? സെൽസിൽ, അല്ലേ? സെൽസിൽ ദ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ ഡിവൈഡ് ഇൻറ്റു സെവറൽ പാർട്സ്. എന്നിട്ട് ആ സെല്ലിൻ്റെ അകത്തുള്ള സൈറ്റോപ്ലാസം, കോശദ്രവ്യവും, പിന്നെ ന്യൂക്ലിയർ മെറ്റീരിയൽസ്, ഈ മർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു? സെവറൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ആവുന്നു, അല്ലേ? വിഭജിക്കപ്പെടുന്നു. വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. വെൻ ദ കണ്ടീഷൻസ് ബിക്കം ഫേവറബിൾ, കണ്ടീഷൻസ് ഫേവറബിൾ ആവുന്ന സമയത്ത്, അല്ലേ? കണ്ടീഷൻസ് അനുകൂലമാകുന്ന സമയത്ത് ദ ഔട്ടർ കവറിങ് ഓഫ് ദ സെൽസ് ബ്രേക്സ് ഓപ്പൺ. ഈ ഔട്ടർ കവറിങ് ഓഫ് ദ സെൽ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ആവുന്നു, അല്ലേ? അത് പൊട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഓപ്പൺ, റിലീസിങ് മെനി ടൈനി സെൽസ്. എന്നിട്ട് പുതിയ ഒരുപാട് സെൽസ് അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്നു. ഈച്ച് ഓഫ് വിച്ച് ഗ്രോസ് ഇൻറ്റു എ ന്യൂ ഓർഗാനിസം. ഈ പുറത്ത് വരുന്ന ഓരോ സെല്ലും ഓരോ പുതിയ ജീവിയായിട്ട് മാറുന്നു. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? പ്ലാസ്മോഡിയത്തിൽ. എവിടെയാണ് സംഭവിക്കുന്നത്? പ്ലാസ്മോഡിയത്തിൽ. അപ്പോൾ പ്ലാസ്മോഡിയത്തിൽ സംഭവിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? പ്ലാസ്മോഡിയത്തിലെ മൾട്ടിപ്പിൾ ഫിഷൻ, അല്ലെങ്കിൽ ബഹുഭംഗം. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഒരു ഇലസ്ട്രേഷൻ പഠിച്ചില്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? മൾട്ടിപ്പിൾ ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു സെല്ല് 2 ജീവികളായിട്ട് മാറുന്നു. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വെച്ചാൽ ഒരു സെല്ല് ഒരുപാട് അനേകം ജീവികളായിട്ട് മാറുന്നു. അതാണ് പ്ലാസ്മോഡിയത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പ്ലാനേറിയ, ഹൈഡ്ര. അത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. പ്ലാനേറിയയിൽ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്ലനേറിയയുടെ കാര്യം പഠിച്ചു, അല്ലേ? പ്ലനേറിയയിൽ എന്താ സംഭവിക്കുന്നത്? റീജനറേഷൻ, അല്ലെങ്കിൽ പുനരുൽപ്പത്തി. അതിൻ്റെ ശരീരം പല പാർട്ടുകളായിട്ട് വിഭജിച്ചിട്ട് ഓരോ പാർട്ടും ഓരോ ജീവിയായിട്ട് മാറുന്നു. അതല്ലേ പ്ലനേറിയയിൽ സംഭവിക്കുന്നത്? അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഹൈഡ്രയിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതാനുള്ളത്? പുനരുൽപ്പത്തി, അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് എഴുതണം. ഓക്കെ. അടുത്തത് ഏഴാമത്തത് ഈസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈസ്റ്റിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഈസ്റ്റിൽ ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം. ഈസ്റ്റിൽ എന്താ നടക്കുന്നത്? ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം. അപ്പോൾ അവിടെ നമ്മൾ എഴുതാനുള്ളത് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. റീപ്രൊഡക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂഷൻ ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിൻ്റെ, ഒരു ജീവിവർഗത്തിൻ്റെ കണ്ടിന്യൂഷൻ, പിന്തുടർച്ച എൻഷുവർ ചെയ്യുന്ന, ഉറപ്പാക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ, അല്ലേ? ഒരു ജീവിവർഗത്തിൻ്റെ കണ്ടിന്യൂഷൻ
എൻഷ്യൂർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റീപ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ദാറ്റ് എൻഷ്യൂർസ് ദ കണ്ടിന്യൂഷൻ ഓഫ് എ സ്പീഷീസ്. ഓക്കെ, അടുത്തത് നോക്കിയോളൂ. വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ ആൻഡ് ദ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഷോൺ ഇൻ ദ ഇലസ്ട്രേഷൻ ബിലോ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനും ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. നോക്കിയോളൂ. ഹൗ ആർ സീഡ്സ് ഫോംഡ്? അപ്പോൾ ഇവിടെ നോക്ക്, സീഡ്സിൽ നിന്നാണ് പുതിയൊരു ജീവി വർഗ്ഗം ഉണ്ടായിരിക്കുന്നത് അല്ലേ. തെങ്ങിൻ്റെ തേങ്ങ ഉണ്ടല്ലോ, അത് തെങ്ങിൻ്റെ സീഡാണ്. ആ സീഡിൽ നിന്ന് പുതിയൊരു തെങ്ങിൻ്റെ ചെടി ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയോളൂ, ഹൗ സീഡ്സ് ആർ ഫോംഡ്. എങ്ങനെയാണ് സീഡ്സ് ഫോം ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒബ്സർവ് ദ സ്ട്രക്ചർ ഓഫ് ഫ്ലവേഴ്സ് വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ഇലസ്ട്രേഷൻ. സസ്യങ്ങളിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന അവയവമാണ് ഏത്? ഫ്ലവേഴ്സ്. അപ്പോൾ വാട്ട് ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് പ്ലാന്റ്സ്? ഏതാണ്? ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിൻ്റെ സ്ട്രക്ചറും നിരീക്ഷിച്ച് നമ്മൾ ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം ഓരോന്നായിട്ട്. അപ്പോൾ വാട്ട് ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് പ്ലാന്റ്സ്? ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊരു ഹിബിസ്കസ് ഫ്ലവറിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഹിബിസ്കസ് ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടും ഏതൊക്കെയാണെന്ന് നോക്കണം. നോക്കിയോളൂ. ഫസ്റ്റ് ഏറ്റവും ടോപ്പിലുള്ള അത് സ്റ്റിഗ്മ എന്ന് പറയും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതിൻ്റെ ആ ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലം. അതിൻ്റെ താഴെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം എന്ന് പറയും. സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം. ഇനി അതിൻ്റെ ഏറ്റവും താഴെ ഒരു ബൾജ് ചെയ്തിട്ടൊരു പോർഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം എന്ന് പറയുന്നത്. ആ അണ്ഡാശയത്തിന് താഴെയുള്ള പോർഷൻ കാലിക്സ് അല്ലെങ്കിൽ പുഷ്പാസനം. ആ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, അതാണ് കാലിക്സ് എന്നറിയപ്പെടുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമുക്ക് ടെക്സ്റ്റിൽ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇനി ആ ഏറ്റവും താഴെ നോക്കിയോളൂ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്? പിസ്റ്റിൽ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സ്റ്റേമൻ. മനസ്സിലായല്ലോ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പിസ്റ്റിലും. പിസ്റ്റിലിൻ്റെ മലയാളം പേര് ജനി എന്ന് പറയും. ജനി. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ സ്ത്രീ ലൈംഗിക അവയവം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? പിസ്റ്റിൽ അല്ലെങ്കിൽ ജനി എന്ന് പറയും. ഇനി മെയിൽ ഒരു പൂവിൻ്റെ ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ പുരുഷ ലൈംഗിക അവയവം എന്ന് പറയുന്നത് സ്റ്റേമൻ. സ്റ്റേമന് മറ്റൊരു പേരാണ് കേസരം. മലയാളത്തിൽ നമ്മൾ കേസരം എന്ന് പറയും. സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം. മനസ്സിലായല്ലോ. ഇനി ആ പിസ്റ്റിലിൻ്റെ ഓരോ പാർട്ടും ഇവിടെ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലം, പിന്നെ സ്റ്റൈൽ അല്ലെങ്കിൽ ജനിതണ്ട്, പിന്നെ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം. ഇങ്ങനെ 3 പാർട്ടാണ് പിസ്റ്റിലിനുള്ളത്. ഇനി സ്റ്റേമൻ ആണെങ്കിലോ ആന്തർ, പിന്നെ ഫിലമെൻറ്റ്. ആന്തർ എന്ന് വെച്ചാൽ പരാഗി, ഫിലമെൻ്റ് എന്ന് വെച്ചാൽ തന്തുകം. ആന്തർ എന്താണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ പാർട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് ആന്തർ അല്ലെങ്കിൽ പരാഗി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പിസ്റ്റിൽ അല്ലെങ്കിൽ ജനി എന്നും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നുള്ളത് സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം എന്നും ഓർത്ത് വച്ചേക്കുക. അടുത്ത നോക്കിയോളൂ. ഹൗ ഡു പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ റീച്ച് ദ സ്റ്റിഗ്മ? ആന്തറിൽ നിന്ന്, ആന്തർ എന്ന് വെച്ചാൽ അറിയാലോ പരാഗി, പരാഗിയിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് അതായത് നമ്മുടെ പരാഗരേണുക്കൾ റീച്ച് ദ സ്റ്റിഗ്മ. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ പരാഗണ സ്ഥലത്ത്. അപ്പം ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം ഇവിടെ ആന്തർ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ സ്റ്റേമൻ്റെ ഒരു പാർട്ടാണ് ആണല്ലോ. അതുപോലെ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ പിസ്റ്റിലിൻ്റെ ഒരു പാർട്ടാണ്. പിസ്റ്റിൽ എന്ന് വെച്ചാൽ ജനി, സ്റ്റേമൻ എന്ന് വെച്ചാൽ കേസരം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ എത്തിച്ചേരണം. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ. അപ്പോൾ അതെന്താണെന്നാണ് അടുത്ത ഹെഡിങ്ങിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയോളൂ. പോളിനേഷൻ അല്ലെങ്കിൽ
പരാഗണം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫ്ലവേഴ്സ് ഇസ് ദ സ്റ്റേമൻ. നമുക്കറിയാം പൂക്കളിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ പുരുഷ ലൈംഗിക അവയവം എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേമൻ. സ്റ്റേമൻ അല്ലെങ്കിൽ കേസരമാണ് അല്ലേ? പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ഇൻ ദ പോളൻ ഓഫ് ദ സ്റ്റേമൻ. ഈ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻസ് എന്ന് വെച്ചാൽ പരാഗരേണുക്കൾ രൂപപ്പെടുന്നത് എവിടെയാണ്? ഇൻ ദ പോളൻ ഓഫ് ദ സ്റ്റേമൻ. സ്റ്റേമനിലെ കേസരത്തിലെ പോളൻ എന്ന് വെച്ചാൽ പരാഗിയിലാണ്. ദ പ്രോസസ് ഓഫ് ദീസ് പോളൻ ഗ്രെയിൻസ് settling on the stigma of the pistil, the female reproductive organ, is called the pollination. പോളിനേഷൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? ദ പ്രോസസ് ഓഫ് ദ പോളൻ ഗ്രെയിൻസ്. പ്രോസസ് ഓഫ്, ഇതൊരു പ്രോസസ്സാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പോളൻ ഗ്രെയിൻസ് എന്ന് വെച്ചാൽ പരാഗരേണുക്കൾ സെറ്റ്ലിംഗ് എന്ന് വെച്ചാൽ പതിക്കുന്നു. ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ പിസ്റ്റിൽ എന്ന് വെച്ചാൽ ജനിയുടെ സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ പരാഗണ സ്ഥലത്ത് സെറ്റ്ലിംഗ് എന്ന് വെച്ചാൽ പതിക്കുന്നു. ഈ പിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ സെറ്റ്ലിംഗ് എന്ന് വെച്ചാൽ പതിക്കുന്നു. എന്ത് പതിക്കുന്നു? പോളൻ ഗ്രെയിൻസ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോളിനേഷൻ. അപ്പോൾ എന്താണ് പോളിനേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്താലുള്ളത്? ദ പ്രോസസ് ഓഫ് pollen grains settling on the stigma of the pistil, the female reproductive organ, is called the pollination. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, the process of the pollen grains settling on the stigma of the pistil is called the pollination. ഓക്കെ ആണല്ലോ. ഇനി മലയാളം മീഡിയത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എഴുതാം? പരാഗണം എന്നതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? ജനിയുടെ പരാഗണ സ്ഥലത്ത് പരാഗരേണുക്കൾ പതിക്കുന്നതിനെ പരാഗണം എന്ന് പറയുന്നു. ജനിയുടെ പരാഗണ സ്ഥലത്ത് പരാഗരേണുക്കൾ പതിക്കുന്നതിനെ പരാഗണം എന്ന് പറയുന്നു. ഇനി അടുത്ത സെന്റൻസ് നോക്കിയോളൂ. അനിമൽസ് ലൈക്ക് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ആസ് വെൽ ആസ് വിൻഡ് ആൻഡ് വാട്ടർ ഹെൽപ്പ് ഇൻ പോളിനേഷൻ. പോളിനേഷനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് പോളിനേഷനെ സഹായിക്കുന്നത്? അനിമൽസ് ലൈക്ക് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ്. ഇൻസെക്ട്സ്, ബേർഡ്സ് എന്നിവ അല്ലേ, ഷഡ്പദങ്ങളും പക്ഷികൾ, അങ്ങനെയുള്ള കുറച്ച് ജന്തുക്കൾ, അനിമൽസ്. പിന്നെ ആസ് വെൽ ആസ്, അത് കൂടാതെ വിൻഡ് ആൻഡ് വാട്ടർ, കാറ്റും ജലവും, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പോളിനേഷൻ? പോളിനേഷൻ നടന്നതിന് ശേഷം, അതായത് പരാഗണം നടന്നതിന് ശേഷം ഈ പോളൻ ഗ്രെയിൻസിന് അല്ലെങ്കിൽ പരാഗരേണുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് അതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് 1 കളക്ട് മെച്ചർ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ഫ്ലവറിൽ നിന്ന് കുറച്ച് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫിഗറാണ് സ്റ്റെപ്പ് 1 കൊടുത്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് 2 ഡ്രോപ്പ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ഓൺ ടു ദ സ്ലൈഡ് ആൻഡ് 1 or 2 drops ഓഫ് ഷുഗർ സൊല്യൂഷൻ. ഈ പരാഗിയിൽ നിന്ന് നമ്മൾ പരാഗരേണുക്കളെ സ്വീകരിച്ചു. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് അതിനെ നമ്മളൊരു സ്ലൈഡിലേക്ക് ഇട്ടു. എന്നിട്ട് അതിൻ്റെ അകത്ത് 1-2 തുള്ളി ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാരയുടെ ലായനിയും കൂടെ ഒഴിക്കുവാണ് ആ സ്ലൈഡിൽ. അടുത്ത സ്റ്റെപ്പ് 3 എന്താ ചെയ്യുന്നത്? ഒബ്സർവ് ദ സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ആഫ്റ്റർ 3 to 4 hours. ഒരു 3-4 മണിക്കൂറിന് ശേഷം ഈ സ്ലൈഡിനെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, അതിൻ്റെ ആ ഫിഗർ കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ ആ പോളൻ ഗ്രെയിൻസിൽ നിന്ന് ഒരു ചെറിയ ത്രെഡ് പോലത്തെ ഒരു സാധനം താഴേക്ക് വളർന്നിറങ്ങി വന്നത് കണ്ടില്ലേ? അങ്ങനെ ഇറങ്ങി വരും. അതാണ് നമ്മൾ സ്റ്റെപ്പ് 3 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താ പ്രിപ്പയർ എ നോട്ട് വിത്ത് ഡയഗ്രാം ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റ് യു കണ്ടക്റ്റഡ്. അതായത് നമ്മളിപ്പോൾ ചെയ്ത ആ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നോക്കുള്ളൂ. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് വാട്ട് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻ ദാറ്റ് ഫോൾസ് ഓൺ ദ സ്റ്റിഗ്മ. പരാഗണ സ്ഥലത്ത് പതിച്ച പരാഗരേണുവിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു പരീക്ഷണത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കുറിപ്പാണ് അല്ലെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? കളക്ട് മെച്ചുവർ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ഫ്ലവറിൽ നിന്ന് അല്ലെങ്കിൽ പൂവിൽ നിന്ന് മെച്ചുവറായിട്ടുള്ള പാകമായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് പരാഗരേണുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ഡ്രോപ്പ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ഓൺ ടു ദ സ്ലൈഡ്. എന്നിട്ട് ഈ ആന്തറിൽ നിന്നുള്ള ഈ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ സ്ലൈഡിലോട്ട് വീഴ്ത്തുന്നു. ആഡ് 1 or 2 drops ഓഫ് ഷുഗർ സൊല്യൂഷൻ. എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസിലേക്ക് 1-2 തുള്ളി ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഒബ്സർവ് ദ സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ആഫ്റ്റർ 3 to 4 hours. ഒരു 3-4 മണിക്കൂറിന് ശേഷം ഈ സ്ലൈഡിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. എ ട്യൂബ് ഷേപ്ഡ് ഗ്രോത്ത് ഡെവലപ്സ് ഫ്രം ദ പോളൻ ഗ്രെയിൻസ്
വിച്ച് ഈസ് കാൾഡ് പോളൻ ട്യൂബ്. ഈ പോളൻ ഗ്രെയിൻസിൽ നിന്ന് ഒരു ട്യൂബിൻ്റെ ആകൃതിയിലുള്ള അല്ലെ ട്യൂബിൻ്റെ ഷേപ്പിലുള്ള ഒരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയുന്നത്. ഇനി ഫ്ലവറിലാണെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത്? ഇൻ ഫ്ലവേഴ്സ് the pollen tube grows from the pollen grains deposited on the stigma towards the ovary. In ഫ്ലവേഴ്സിൽ പോളൻ ട്യൂബ് വളരുന്നു അല്ലേ? പോളൻ ട്യൂബ് വളരുന്നു എവിടെ നിന്നാണ്? ഫ്രം ദ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മയിൽ പരാഗണ സ്ഥലത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ പോളൻ ഗ്രെയിൻസിൽ നിന്ന് പോളൻ ട്യൂബ് വളരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പോളൻ ട്യൂബ് എങ്ങോട്ടാണ് വളർന്നു പോകുന്നത്? ടുവാർഡ്സ് ദ ഓവറിയിലോട്ടാണ് വളരുന്നത് കേട്ടോ. ഈ പോളൻ ട്യൂബ് വളരുന്നത് എങ്ങോട്ടാണ്? ഓവറിയിലോട്ട്. മനസ്സിലായല്ലോ? മലയാളം മീഡിയം നോക്കിയോളൂ. പൂവിൽ നിന്ന് പാകമായ പരാഗികൾ ശേഖരിക്കുക, പരാഗിയിൽ നിന്ന് പരാഗരേണുക്കളെ സ്ലൈഡിലേക്ക് വീഴ്ത്തുക, ഇതിൽ 1-2 തുള്ളി പഞ്ചസാര ലായനി ഒഴിക്കുക, 3-4 മണിക്കൂറുകൾക്ക് ശേഷം സ്ലൈഡിനെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. പരാഗരേണുക്കളിൽ നിന്ന് കുഴൽ രൂപത്തിലുള്ള ഒരു വളർച്ചയുണ്ടാകുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയും? പരാഗനാളം എന്നറിയപ്പെടുന്നു. ഇത് പരാഗനാളം എന്നറിയപ്പെടുന്നു. ഇനി പൂക്കളിലാണെങ്കിൽ പൂക്കളിൽ പരാഗണ സ്ഥലത്ത് പതിച്ച പരാഗണ രേണുക്കളിൽ നിന്ന് പരാഗനാളം അണ്ഡാശയത്തെ ലക്ഷ്യമാക്കി വളരുന്നു. ഇതാണ് പൂക്കളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ സ്ലൈഡിലെടുത്ത് പരീക്ഷണം നടത്തിയപ്പോൾ ആ ഓരോ പരാഗ രേണുക്കളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ പോളൻ ഗ്രെയിൻസിൽ നിന്നും ചെറിയൊരു ഗ്രോത്ത്, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ അല്ലേ, ഒരു ട്യൂബിൻ്റെ ആകൃതിയിലുള്ള ചെറിയൊരു ഗ്രോത്ത് ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും. ഈ ഗ്രോത്തിനെയാണ് നമ്മൾ പരാഗനാളം അല്ലെങ്കിൽ പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഫ്ലവേഴ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ താഴെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നോട്ട് എന്ന് പറയുന്നത്. The pollen tubes grows from the deposit pollen grains at the stigma towards the ovary. എന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റിഗ്മയിൽ വച്ചിട്ട് അല്ലേ, സ്റ്റിഗ്മയിൽ വച്ചിട്ട് അല്ലെങ്കിൽ പരാഗണ സ്ഥലത്ത് വെച്ചിട്ട് പോളൻ ഗ്രെയിൻസിൽ നിന്ന് ഒരു പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നു, വളരുന്നു. എങ്ങോട്ടാണ് വളരുന്നത്? അത് വളർന്നു പോകുന്നത് ടുവാർഡ്സ് ദ ഓവറി. അതിൻ്റെ ഓവറിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അണ്ഡാശയത്തിലേക്ക്, ആ പൂവിൻ്റെ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയത്തിലേക്ക് ഒരു പോളൻ ട്യൂബ് വളരുന്നു. അതാണ് നമ്മൾ ആ സ്റ്റെപ്പ് 3 എന്നും പറഞ്ഞിട്ടൊരു ഫിഗറില്ലേ അതിൽ കണ്ടത്. അടുത്ത് നോക്കിയുള്ളൂ. പ്രിപ്പയർ എൻ റിപ്പോർട്ട് അനലൈസിങ് how fertilization occurs in plants using illustrations and descriptions based on indicators, then complete worksheet 18.1 provided below. അതായത് താഴെ ഒരു 18.1 ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തില്ലേ ഈ റിപ്പോർട്ട് ഒക്കെ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ പ്ലാന്റ്സിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ആ ഒരു വർക്ക്ഷീറ്റ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. അതിനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് മുൻപേ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ഫ്ലവറിലുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗത്തിലോട്ട് നയിച്ച് പുതിയൊരു വിത്ത് ഉണ്ടാകുന്നത്, അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അതിന് എന്തൊക്കെ ഓർഗൻസാണ് ആ പൂവിനെ ഹെൽപ്പ് ചെയ്യണത്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച ഭാഗം തന്നെ അതിൽ രണ്ടും കൂടെ ഒരുമിച്ച് ഉള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ, ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള പോർഷൻ പോളൻ എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഭാഗമാണ് അല്ലേ. നോക്കിയോളൂ, എന്താണ് ഈ പോളൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പോളൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് പരാഗരേണു. നോക്കിയോളൂ, സ്ട്രക്ചേഴ്സ് suitable for attaching to the bodies of organisms that help in pollination. പോളിനേഷൻ നടത്താൻ സഹായിക്കുന്ന ആ തരത്തിലുള്ള ജീവികളുണ്ടല്ലോ. ഏതൊക്കെ ജീവികൾ ആ പോളിനേഷന് സഹായിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഇൻസെക്ട്സ്, ബേർഡ്സ്, ഇതൊക്കെ അല്ലേ. ഷഡ്പദങ്ങളും പക്ഷികൾ, ഇതൊക്കെയാണ് പോളിനേഷന് സഹായിക്കുന്ന ജീവികൾ അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഈ പോളൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ സൂറ്റബിൾ ഫോർ, അനുയോജ്യമാണ്. ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു ഘടന അനുയോജ്യമാണ്. എന്തിന് അനുയോജ്യമാണ്? ഫോർ അട്രാക്റ്റിംഗ് ടു ദ ബോഡീസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ. പോളിനേഷന് സഹായിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ബോഡികളിൽ, അതിൻ്റെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്യാൻ, ഒട്ടിപ്പിടിക്കാൻ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പോളൻസിനുള്ളത്. പോളൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്നും പറയാം, പരാഗരേണു. അതായത്
നമ്മൾ ഈ ചെമ്പരത്തിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു നീളത്തിനൊരു വള്ളി പോലത്തെ ഒരു സാധനം കാണും, റെഡ് കളറിൽ. അതിൻ്റെ ടോപ്പിൽ ഒരു മഞ്ഞ കളറിൽ കുറച്ച് പൊടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പോളൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ പോർഷൻ, നമുക്ക് പഠിക്കാനുള്ളത് ജനറേറ്റീവ് ന്യൂക്ലിയസ്. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് ഫ്ലവേഴ്സിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ ഓരോ പാർട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ പഠിക്കുന്നത് നമ്മൾ കേട്ടോ. അടുത്തതാണ് ജനറേറ്റീവ് ന്യൂക്ലിയസ്. ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താണ് നോക്കിയോളൂ. ദ മെയിൽ ഗ്യാമറ്റ് ഈസ് ഫോംഡ് ഫ്രം ദിസ്. ഈ ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? മെയിൽ ഗ്യാമറ്റ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ പുംബീജം ഉണ്ടാകുന്നത് ഈ ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പം ജനറേറ്റീവ് ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണ്? ദ മെയിൽ ഗ്യാമറ്റ് ഈസ് ഫോംഡ് ഫ്രം ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ് മെയിൽ ഗ്യാമറ്റ് ഫോം ചെയ്യുന്നത്. ഇനി താഴെ ചെറിയൊരു നോട്ടായിട്ട് ജനറേറ്റീവ് ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് 2 മെയിൽ ഗ്യാമറ്റ്സ് ആണ് ഉണ്ടാകുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ജനറേറ്റീവ് ന്യൂക്ലിയസ് കഴിഞ്ഞു. അടുത്തത് ട്യൂബ് ന്യൂക്ലിയസ് അല്ലേ. ആദ്യം ആ ഒരു ഫിലമെൻ്റ് അറിയാലോ, ഫിലമെൻ്റ് ആണ്. ആ ഫിലമെൻറ്റിൻ്റെ ടോപ്പിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നു. അതിൻ്റെ താഴെ മറ്റൊരു ന്യൂക്ലിയസ് കാണുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്യൂബ് ന്യൂക്ലിയസ്. കണ്ടോ? ട്യൂബ് ന്യൂക്ലിയസ്. എന്താണ് ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? നോക്കിയോളൂ. ഇറ്റ് കൺട്രോൾസ് ദ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബിൻ്റെ ഫോർമേഷനെയും അതിൻ്റെ ഗ്രോത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ട്യൂബ് ന്യൂക്ലിയസ്. ആ പേരിൽ തന്നെയാണ് ട്യൂബ് ന്യൂക്ലിയസ് ആണ് അത്, ട്യൂബ് അല്ലേ. അപ്പം ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് കൺട്രോൾ ചെയ്യുന്നു. എന്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ദ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബിൻ്റെ ഫോർമേഷനെയും അതിൻ്റെ ഗ്രോത്തിനെയും കൺട്രോൾ ചെയ്യുന്നു. അതാണ് ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ഇറ്റ് ഡിസിൻറ്റഗ്രേറ്റ്സ്. ഈ പോളൻ ട്യൂബ് വളർന്നു കഴിഞ്ഞാൽ ഈ ട്യൂബ് ന്യൂക്ലിയസ് എന്താവുന്നു? ഇറ്റ് ഡിസിൻറ്റഗ്രേറ്റ്സ്, അത് നശിച്ചു പോകുന്നു അല്ലേ. അപ്പം പോളൻ ട്യൂബ് വളർന്നു കഴിഞ്ഞാൽ ട്യൂബ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ആവുന്നു. അപ്പോൾ ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് കൺട്രോൾസ് ദ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബിൻ്റെ ഫോർമേഷനെയും അതിൻ്റെ ഗ്രോത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ട്യൂബ് ന്യൂക്ലിയസ് ആണ്. ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഡിസിൻറ്റഗ്രേറ്റ്സ്, അല്ലെങ്കിൽ ട്യൂബ് ന്യൂക്ലിയസ് നശിച്ചു പോകുന്നു. മനസ്സിലായല്ലോ ട്യൂബ് ന്യൂക്ലിയസ്. അടുത്തതാണ് പോളൻ ട്യൂബിൻ്റെ കാര്യമാണ് ഇനി അടുത്ത നമ്മൾ പറയുന്നത്. എന്താണ് പോളൻ ട്യൂബ്? ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് ന്യൂക്ലിയൈ ഇൻ ടു ദ ഓവറി. ന്യൂക്ലിയസിനെ ഓവറിയിൽ എത്തിക്കുന്നത് അല്ലേ. ന്യൂക്ലിയസുകളെ ഓവറി എന്ന് വെച്ചാൽ അണ്ടാശയത്തിൽ എത്തിക്കുന്നത് ആരാണ്? ഈ പോളൻ ട്യൂബാണ്. മനസ്സിലായോ? ന്യൂക്ലിയസിനെ ഈ ഓവറിയിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ എത്തിക്കുന്നത് ആരാണ്? അത് പോളൻ ട്യൂബാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്തതാ ഇവിടെ മെയിൽ ഗ്യാമറ്റ്. എന്താണ് മെയിൽ ഗ്യാമറ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ഇറ്റ് ടു ഫോം 2 മെയിൽ ഗ്യാമറ്റ്സ്. ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ് മെയിൽ ഗ്യാമറ്റ്സ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ടു ഫോം 2 മെയിൽ ഗ്യാമറ്റ്സ്, 2 മെയിൽ ഗ്യാമറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ 2 മെയിൽ ഗ്യാമറ്റ്സിനും 2 ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മളിനി പഠിക്കും കേട്ടോ. അപ്പോൾ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ടാണ് മെയിൽ ഗ്യാമറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എത്ര മെയിൽ ഗ്യാമറ്റ്സ് ആണ് ഉണ്ടാകുന്നത്? 2 മെയിൽ ഗ്യാമറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. മറ്റൊരു ന്യൂക്ലിയസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതിൻ്റെ പേരാണ് ട്യൂബ് ന്യൂക്ലിയസ്. ഈ ട്യൂബ് ന്യൂക്ലിയസ് പോളൻ ട്യൂബിൻ്റെ വളർച്ചയെ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ ഫോർമേഷനെയും കൺട്രോൾ ചെയ്യുന്നു. അതാണ് ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഓരോ പാർട്ടുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കിയോളൂ. ഫസ്റ്റ് ഓവറി, ഏറ്റവും പുറമേ കാണപ്പെടുന്നതിന് ഓവറി എന്ന് പറയുന്നു. ഓവറിയുടെ ഉള്ളിലൊരു പോർഷൻ ഉണ്ട്, അതിനെ ഓവ്യൂൾ എന്ന് പറയുന്നു. ഓവ്യൂളിൻ്റെ ഉള്ളിലൊരു പോർഷനാണ് ഓവം. അതായത് ഓവറി എന്ന് വെച്ചാൽ അണ്ടാശയം, അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത് ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത് ഓവം. ഓവത്തിന് നമ്മളെന്താ അണ്ടം എന്ന് പറയും. ഓവത്തിന് അണ്ടം എന്ന് പറയും. ഈ ഓവത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ അകത്ത് പോളാർ ന്യൂക്ലിയസുകൾ കാണപ്പെടുന്നുണ്ട്. 2 പോളാർ ന്യൂക്ലിയൈ കണ്ടോ, 2 പോളാർ ന്യൂക്ലിയസുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ ഇതിലെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ബീജ സംയോഗം എന്ന് പറയും. അതായത് ഫീമെയിൽ ഗ്യാമറ്റും മെയിൽ ഗ്യാമറ്റും സംയോജിച്ച് ഈ സീഡൊക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെ, അതാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇവിടെ പ്ലാന്റ്സിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ.
നോക്കിയോളൂ, ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ബീജസംയോഗം. മെയിൽ ഗ്യാമറ്റ്സും ഫീമെയിൽ ഗ്യാമറ്റ്സും സംയോജിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം എന്ന് പറയുന്നത്. അത് ഈ പ്ലാന്റ്സിൽ എങ്ങനെയാണെന്നുള്ളതാണ്. നോക്കിയോളൂ, വൺ ഓഫ് ദ മെയിൽ ഗ്യാമറ്റ്സ് ദാറ്റ് റീച്ചസ് ദ ഓവ്യൂൾ ത്രൂ ദ പോളൻ ട്യൂബ് ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ ടു ഫോം എ സൈഗോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജനറേറ്റീവ് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ജനറേറ്റീവ് ന്യൂക്ലിയസിൽ അവ ഡിവൈഡ് ചെയ്ത് അവ വിഭജിച്ച് 2 മെയിൽ ഗ്യാമറ്റ്സ് ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലേ. 2 മെയിൽ ഗ്യാമറ്റ്സ് അവിടെ ഉണ്ടാകുന്നു. അതിൽ ഒരു മെയിൽ ഗ്യാമറ്റ്സ്, വൺ ഓഫ് ദ മെയിൽ ഗ്യാമറ്റ്സ്, അതിൽ ഒരു മെയിൽ ഗ്യാമറ്റ്സ് എന്ത് സംഭവിക്കുന്നു? ദാറ്റ് റീച്ചസ് ദ ഓവ്യൂൾ. അത് എവിടെ എത്തുന്നു? ഓവ്യൂളിലെത്തുന്നു. ഓവ്യൂൾ എവിടെയാണ്? ഓവറിക്കുള്ളിലാണ് ഓവ്യൂൾ അല്ലേ. അത് ഓവ്യൂളിലെത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ത്രൂ ദ പോളൻ ട്യൂബ്. അത് ഓവ്യൂളിൽ എവിടെ ഏത് വഴിയാണ് എത്തുന്നത്? പോളൻ ട്യൂബ് വഴിയാണ് എത്തുന്നത്. പരാഗനാളം വഴി അത് ഓവ്യൂളിലെത്തുന്നു. എന്നിട്ട് അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ. അവിടെ എന്തുണ്ട്? ഓവ്യൂളിൻ്റെ അകത്ത് ഓവമുണ്ട് അല്ലേ. ഓവം അല്ലെങ്കിൽ എഗ് സെൽ എന്ന് പറയും, അണ്ടം എന്ന് പറയും. അപ്പോൾ ഈ അവിടെയുള്ള എഗ് സെല്ലുമായിട്ട് അല്ലെങ്കിൽ ഓവോ ആയിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഫ്യൂസസ് സംയോജിക്കുന്നു ടു ഫോം എ സൈഗോട്ട്. എന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് എന്ന് വെച്ചാൽ സിക്താണ്ടോ എന്ന് പറയും. അത് ഫോം ചെയ്യുന്നു. അപ്പോൾ എഗ് സെല്ലും മെയിൽ ഗ്യാമറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് അവിടെ ഒരു പുതിയൊരു സാധനം ഉണ്ടാകുന്നു. അതിൻ്റെ പേരാണ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്ന് പറയുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ദ സൈഗോട്ട് ഗ്രോസ് ആൻഡ് ബിക്കംസ് ആൻ എംബ്രിയോ. ഈ സൈഗോട്ട് വളർന്ന് എന്തായി മാറുന്നു? എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം അല്ലേ. ഈ സൈഗോട്ട് വീണ്ടും വളർന്ന് എന്തായി മാറുന്നു? എംബ്രിയോ ആയി മാറുന്നു അല്ലെങ്കിൽ ഭ്രൂണം ആയി മാറുന്നു. ദ എംബ്രിയോ ദെൻ ഗ്രോസ് ഇൻ ടു സീഡ്ലിംഗ്. എന്നിട്ട് ഈ എംബ്രിയോ വീണ്ടും വളർന്ന് സീഡ്ലിംഗ് എന്ന് വെച്ചാൽ തൈച്ചെടി ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ഈ ഭ്രൂണമാണ്, ഈ എംബ്രിയോ ആണ് വളർന്ന് എന്തായി മാറുന്നത്? സീഡ്ലിംഗ് അല്ലെങ്കിൽ തൈച്ചെടിയായിട്ട് മാറുന്നത്. ഇനി അവിടെ വേറെ ഒരു സെക്കൻഡ് മെയിൽ ഗ്യാമറ്റില്ലേ, ഒരു മെയിൽ ഗ്യാമറ്റാണ് എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നു. അതുവഴി സൈഗോട്ട് ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ എന്നിട്ട് ഈ സൈഗോട്ട് വീണ്ടും ഗ്രോസ് എഗൈൻ, വീണ്ടും വളർന്ന് എന്തായി മാറുന്നു? എംബ്രിയോ ആയി മാറുന്നു. ഈ എംബ്രിയോ എന്തായി മാറുന്നു? സീഡ്ലിംഗ് അല്ലെങ്കിൽ എംബ്രിയോ ദെൻ ഗ്രോസ് ഇൻ ടു സീഡ്ലിംഗ് അല്ലെങ്കിൽ തൈച്ചെടിയായി മാറുന്നു. ഇനി അവിടെ ഒരു സെക്കൻഡ് മെയിൽ ഗ്യാമറ്റ് ഇല്ലേ. ദ സെക്കൻഡ് മെയിൽ ഗ്യാമറ്റ് ഫ്യൂസസ് വിത്ത് ദ പോളാർ ന്യൂക്ലിയൈ ടു ഫോം ദ എൻഡോസ്പേം. നമ്മളിവിടെ പഠിച്ചു, ഇവിടെ ഒരു പോളാർ ന്യൂക്ലിയൈ ഉണ്ടെന്ന് പഠിച്ചു. കണ്ടോ? പോളാർ ന്യൂക്ലിയൈ കണ്ടോ? ഈ പോളാർ ന്യൂക്ലിയൈറ്റ് ചേർന്നിട്ട് പോളാർ ന്യൂക്ലിയൈറ്റ് ഈ സെക്കൻഡ് മെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യുന്നു അല്ലേ. സംയോജിച്ച് എന്താ ആവുന്നു? ടു ഫോം എൻഡോസ്പേമായി മാറുന്നു. എന്തിനാണ് ഈ എൻഡോസ്പേം? ദ എൻഡോസ്പേം സ്റ്റോർസ് ദ ഫുഡ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. എംബ്രിയോയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഈ എൻഡോസ്പേമിൻ്റെ അകത്താണ്. അതായത് നമ്മളിപ്പോൾ മറ്റേ കോക്കനട്ട് ഉണ്ടല്ലോ, തേങ്ങ എടുക്കുവാണെങ്കിൽ ആ തേങ്ങയുടെ അകത്ത് നമ്മൾ ചിരട്ട ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വൈറ്റ് കളറിൽ ഫ്ലഷ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലേ. ഇതിനെയാണ് നമ്മൾ ആ തേങ്ങയുടെ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇനി ഈ തേങ്ങയുടെ ഒരു അറ്റത്ത് 3 കണ്ണുണ്ടെന്നൊക്കെ നമ്മൾ പറയൂലേ തേങ്ങയ്ക്ക്, അതിൻ്റെ ടോപ്പിൽ 3 കണ്ണ് പോലെ ഇരിക്കില്ലേ, അവിടെ ഒരു ചെറിയൊരു പ്രൊട്രൂഷൻ കാണാം, ചെറിയൊരു വൈറ്റ് കളറിൽ. അതാണ് അതിൻ്റെ എംബ്രിയോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ എംബ്രിയോ എന്ന് പറയുന്ന ആ സംഗതിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ആഹാരമാണ്, ഫുഡാണ് ഈ പറയുന്ന ആ തേങ്ങയുടെ ഫ്ലഷ്. നമ്മൾ കഴിക്കാൻ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഫ്ലഷും അതിൻ്റെ അകത്തുള്ള ആ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലഷും ആ വെള്ളത്തിനെ നമ്മൾ എൻഡോസ്പേം എന്ന് പറയുന്നു. ആ തേങ്ങയുടെ ടോപ്പിലുള്ള മൊട്ടുപോലൊരു സാധനം ഇരിപ്പുണ്ട്, അതിനെയാണ് നമ്മൾ എംബ്രിയോ എന്നും പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം എന്താണ് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തതായിട്ട് താഴെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പഠിച്ച ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കതിനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഒന്നാമത്തേത് ഫംഗ്ഷൻ ഓഫ് ദി ട്യൂബ് ന്യൂക്ലിയസ്. ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. എന്താണ്? ഇറ്റ് കൺട്രോൾസ് ദ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളത്തിൻ്റെ ഗ്രോത്ത്, വളർച്ചയെയും അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ രൂപീകരണത്തെയും കൺട്രോൾ ചെയ്യുന്നു. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബിൻ്റെ വളർച്ചയ്ക്ക് ശേഷം ഇറ്റ് ഡിസൻറ്റഗ്രേറ്റ്സ്. ഈ ട്യൂബ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഡിസൻറ്റഗ്രേറ്റ് ആവുന്നു അല്ലെങ്കിൽ നശിക്കുന്നു.
പരാഗനാളത്തിന്റെ രൂപീകരണത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്നു. പരാഗനാളത്തിന്റെ വളർച്ചയ്ക്ക് ശേഷം ഇത് നശിക്കുന്നു. അടുത്ത രണ്ടാമത്തത് ഫംഗ്ഷൻ ഓഫ് ദി പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കിയോളൂ. ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് ന്യൂക്ലിയൈ ഇൻ ടു ദ ഓവറി. ന്യൂക്ലിയസുകളെ ഓവറിയിലേക്ക് അല്ലെങ്കിൽ അണ്ഡാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ആരാണ്? പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളം. അടുത്തത് ഫോർമേഷൻ ഓഫ് ദി മെയിൽ ഗ്യാമെറ്റ്സ്. മെയിൽ ഗ്യാമെറ്റ്സിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന്, അതായത് പുരുഷ ബീജങ്ങളുടെ രൂപപ്പെടൽ എങ്ങനെയാണ് നോക്കിയോളൂ. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ടു ഫോം 2 മെയിൽ ഗ്യാമെറ്റ്സ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 പുംബീജങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫെർട്ടിലൈസേഷൻ. എന്താണ് ബീജസംയോഗം? One of the male gametes that reaches the ovule through the pollen tube fuses with the egg cell to form a zygote. അതായത് 2 മെയിൽ ഗ്യാമറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു മെയിൽ ഗ്യാമറ്റ് എവിടെ എത്തുന്നു? ദാറ്റ് റീച്ചസ് ദ ഓവ്യൂൾ. ഓവ്യൂളിൽ എത്തിച്ചേരുന്നു. ഏത് വഴി? ത്രൂ ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് വഴി, പരാഗനാളം വഴി ഓവ്യൂളിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ. ഈ ഓവ്യൂളിൻ്റെ അകത്ത് ആരുണ്ട്? എഗ് സെൽ ഉണ്ട്, അല്ലെങ്കിൽ ഓവ ഉണ്ട്, അണ്ടമുണ്ട്. ഈ അണ്ടവുമായിട്ട് ഫ്യൂസസ് ആവുന്നു, സംയോജിക്കുന്നു. എന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ടു ഫോം എ സൈഗോട്ട്. ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് എന്ന് വെച്ചാൽ സിക്താണ്ഡം ഫോം ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പരാഗനാളത്തിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിൽ ഒന്ന് അണ്ടവുമായി സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു. ഇതാണ് ബീജസംയോഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫോർമേഷൻ ഓഫ് എൻഡോസ്പെർം. എൻഡോസ്പെർമിന്റെ രൂപീകരണം എങ്ങനെയാണ് നോക്കിയോളൂ. ദ സെക്കൻഡ് മെയിൽ ഗ്യാമറ്റ് ഫ്യൂസസ് വിത്ത് ദ പോളാർ ന്യൂക്ലിയൈ ടു ഫോം ദ എൻഡോസ്പെർം. നമ്മൾ പറഞ്ഞു 2 മെയിൽ ഗ്യാമറ്റ്സ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ് പോളാർ ന്യൂക്ലിയൈറ്റ് ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സംയോജിച്ച് എന്തുണ്ടാകുന്നു? ടു ഫോം എൻഡോസ്പെർം. എൻഡോസ്പെർം ഉണ്ടാകുന്നു. രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുകളുമായി ചേർന്ന് എൻഡോസ്പെർമായി മാറുന്നു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇനി ചെറിയൊരു നോട്ട് പോലെ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയോളൂ. In monocot plants like paddy, maize and coconut, endosperm cells are formed through the division of the endosperm nucleus. അതായത് മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഏകബീജപത്രസസ്യങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. പാഡി, മെയ്സ് ആൻഡ് കോക്കനട്ട്, അതായത് നെല്ല്, ചോളം, തെങ്ങ് മുതലായവ. അപ്പോൾ ഈ നെല്ല്, ചോളം, തെങ്ങ് മുതലായ ഈ മോണോകോട്ട് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങളിൽ എൻഡോസ്പെർം സെൽസ് അല്ലെങ്കിൽ എൻഡോസ്പെർം കോശങ്ങൾ രൂപപ്പെടുന്നത് ആർ ഫോംഡ് ത്രൂ ദ ഡിവിഷൻ ഓഫ് ദി എൻഡോസ്പെർം ന്യൂക്ലിയസ്. എൻഡോസ്പെർം ന്യൂക്ലിയസിൻ്റെ ഡിവിഷനിലൂടെയാണ്. ഡ്യൂറിംഗ് ദ സ്റ്റേജ് വെൻ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ബിക്കംസ് എ സീഡ്ലിംഗ്, the stored food required for the growth of the embryo is found in the endosperm cells. അതായത് ഈ ഡ്യൂറിങ് ദ സ്റ്റേജ് വെൻ ദ സീഡ് ജെർമിനേറ്റ്, അതായത് ഈ സീഡ് ഉണ്ടല്ലോ, സീഡ് എന്ന് വെച്ചാൽ വിത്ത് മുളച്ച് ആൻഡ് ബിക്കംസ് ദ സീഡ്ലിംഗ്, തൈച്ചെടിയാവുന്ന ആ ഒരു സ്റ്റേജിൽ, ആ ഒരു ഘട്ടത്തിൽ ദ സ്റ്റോർഡ് ഫുഡ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എംബ്രിയോയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോർഡ് ഫുഡ് അല്ലെങ്കിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈസ് ഫൗണ്ട് ഇൻ ദ എൻഡോസ്പെർം സെൽസ്. ഈ എൻഡോസ്പെർം സെൽസിലാണ് ഈ സ്റ്റോർഡ് ഫുഡ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ എൻഡോസ്പെർം സെൽസിലുള്ള സ്റ്റോർഡ് ഫുഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രിയോ ഗ്രോ ചെയ്ത് വളർന്ന് ഒരു സീഡ്ലിംഗ് തൈച്ചെടിയായിട്ട് മാറുന്നത്. അതാണ് നമ്മളവിടെ മനസ്സിലാക്കാനുള്ളത്. ഈ മോണോകോട്ടലിഡൻസ് അല്ലെങ്കിൽ ഏകബീജ പത്രസസ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സംഭവം, അതായത് എൻഡോസ്പെർം സെൽസിൽ നിന്നുള്ള സ്റ്റോർഡ് ഫുഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രിയോ വളർന്ന് സീഡ്ലിംഗ് ആയി മാറുന്നത്. ഏതിൻ്റെ കേസിൽ? മോണോകോട്ടലിഡൻസ് അല്ലെങ്കിൽ ഏകബീജ പത്രസസ്യങ്ങളിൽ. അടുത്തത്, യു മേ ഓൾറെഡി നോ ദാറ്റ് ഇൻ മോണോകോട്ട് സീഡ്സ് ദ എഡിബിൾ പാർട്ട് ഈസ് ദ എൻഡോസ്പെർം. ഈ മോണോകോട്ട് സീഡ്സിൽ അല്ലെങ്കിൽ ഏകബീജ പത്രസസ്യങ്ങളുടെ വിത്തുകളിൽ എഡിബിൾ പാർട്ട് എന്ന് വെച്ചാൽ ഭക്ഷ്യയോഗ്യമായ ഭാഗം എന്ന് പറയുന്നത് എൻഡോസ്പെർം ആണ്. മനസ്സിലായോ? ഇനി ബട്ട് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്, എന്നാൽ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ദ ഫുഡ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എംബ്രിയോയ്ക്ക് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഈ സ്റ്റോർഡ് ഇൻ ദ കോട്ടലിഡൻസ്, അതിൻ്റെ കോട്ടലിഡൻസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കോട്ടലിഡൻസ് എന്ന് വെച്ചാൽ ബീജപത്രങ്ങളിൽ കേട്ടോ, ബീജപത്രങ്ങളിൽ. അപ്പോൾ എംബ്രിയോയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോർഡ് ഫുഡ് മോണോകോട്ട് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എൻഡോസ്പെർം സെൽസിലും, ഡൈക്കോട്ട് പ്ലാന്റ്സിൽ എംബ്രിയോയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോർഡ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കോട്ടലിഡൻസ് അല്ലെങ്കിൽ ബീജപത്രങ്ങളിലുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ
നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വർക്ക്ഷീറ്റ് 18.1 അത് നമുക്കിവിടെ ഫിൽ ചെയ്യണം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു വർക്ക്ഷീറ്റ് ഫിൽ ചെയ്യാനുള്ളത്. എന്താണ് ആ വർക്ക്ഷീറ്റിൻ്റെ ഹെഡിങ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനം. നോക്കിയോളൂ, ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് 2 ഉണ്ട്. ഏതൊക്കെയാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പേരാണ് സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം എന്ന് പറയും. സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ ജെനി എന്ന് പറയും. ഇനി ഈ സ്റ്റേമൻ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിലമെൻ്റ് എന്നും ആന്തർ എന്നും. ഫിലമെൻറ്റിന് നമ്മൾ തന്തുകം എന്ന് പറയും, ആന്തറിന് നമ്മൾ പരാഗി എന്നും പറയും. ഇനി ഈ ആന്തറിൻ്റെ ടോപ്പ് പോർഷനിലാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആന്തറിൻ്റെ മുകൾ ഭാഗത്ത് അല്ലേ, ഗോൾഡൻ കളറിൽ. അപ്പോൾ അതാണ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണു. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസിൽ എന്തുണ്ട്? സ്പേം അല്ലെങ്കിൽ പുംബീജം ഉണ്ട്. ഈ പരാഗരേണുക്കളിൽ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിലാണ് സ്പേം അല്ലെങ്കിൽ പുംബീജം ഉള്ളത്. അപ്പോൾ അത്രയും പോർഷൻ അവിടെ വന്നിരിക്കട്ടെ. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ എ ഫ്ലവർ ഈസ് പിസ്റ്റിൽ അല്ലെങ്കിൽ ജെനി എന്ന് പറയും. ഈ ജെനി 3 പാർട്ടുണ്ട്. ജെനിയിൽ 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഓവറി എന്ന് പറയുമ്പോൾ അണ്ടാശയം, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ജനിതണ്ട്, പിന്നെ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ പരാഗണ സ്ഥലം. ഇനി ഈ ഓവറിയെ വീണ്ടും, ഓവറിയുടെ അകത്ത് വേറൊരു പോർഷൻ ഉണ്ട്, എൻ്റെ പേര് ഓവ്യൂൾ എന്ന് തന്നെ മലയാളത്തിലും പറയുന്നത്. ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തിൻ്റെ അകത്ത് ഓവ്യൂൾ ഉണ്ട്. ഓവ്യൂളിൻ്റെ അകത്ത് എന്തുണ്ട്? ഓവം അല്ലെങ്കിൽ അണ്ടം അല്ലേ, ഓവം അല്ലെങ്കിൽ അണ്ടമുണ്ട്, ഓവം. ഇനി ഈ സ്പേം എന്ന് വെച്ചാൽ പുംബീജം, പിന്നെ ഓവം അല്ലെങ്കിൽ അണ്ടം രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു? ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഈ ഫെർട്ടിലൈസേഷൻ വഴി എന്തുണ്ടാകുന്നു? സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ടിൻ്റെ മലയാളത്തിൽ സിക്താണ്ഡം എന്ന് പറയും. സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാകുന്നു. ഈ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം വളർന്ന് അതെന്തായി മാറുന്നു? എംബ്രിയോ ആയി മാറുന്നു. ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മളൊരു വർക്ക്ഷീറ്റായിട്ട് നമുക്ക് ടെക്സ്റ്റ് തന്നിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്